എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സമൂഹത്തിൻ്റെ 10% ആളുകളെ ആർക്കും കബളിപ്പിക്കാൻ പറ്റില്ല. ഒരു നല്ല പൗരബോധമുള്ളവരാണ്, നല്ല പഠനമുള്ളവരാണ്, നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അവരെ കളിപ്പിക്കാനൊന്നും പറ്റില്ല. എന്നാൽ ഒരു 10% ആളുകൾ ആരെയും കളിപ്പിക്കാൻ തയ്യാറായിട്ട് നടക്കുന്നവരാണ്. അവർക്ക് എങ്ങനെ ആളുകളെ കബളിപ്പിക്കണം എന്നറിയാം. നമ്മുടെ ഭരണവർഗം ഈ 10%-ത്തിനകത്തുള്ളതാണ്. അവർക്ക് ആളുകളെ എങ്ങനെ പറഞ്ഞ് കളിപ്പിക്കണം എന്നറിയാം. ബാക്കി 80% വരുന്ന ആളുകൾ അവരാരാലും കബളിപ്പിക്കപ്പെടാനും തയ്യാറാണ്. ഞാൻ ഈ കേരളത്തിലെ ത്രിതല പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ശേഷം ഞാൻ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പല സ്ഥലങ്ങളിലും പഠിച്ചപ്പോൾ സത്യത്തിനും നീതിക്ക് വേണ്ടിയൊക്കെ നിൽക്കാൻ സാധ്യതയുള്ള പലരും ജയിച്ചിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന ബലമുണ്ടായിരുന്ന ആളുകളെ ജനം ജയിപ്പിച്ചിട്ടില്ല. അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ജനത്തിനോട് സത്യവും നീതിയും നേരും നെറിയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജനത്തിന് മനസ്സിലാവില്ല. കാരണം ജനത്തിനെ തന്ത്രപരമായിട്ട് പറഞ്ഞ് കളിപ്പിക്കാൻ കഴിവുള്ളവനെ രാഷ്ട്രീയ നേതാവാകാൻ പറ്റുള്ളൂ. തന്ത്രപരമായിട്ട് പറഞ്ഞ് കളിപ്പിക്കാൻ. കോട്ടയം ജില്ലയിലുണ്ടായിരുന്ന ഒരു നേതാവ് എല്ലാ പാർട്ടിയിലും മാറി ഇഷ്ടം പോലെ മാറിയിട്ടുള്ളതാണ്. ആ നേതാവിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ പറയും, ഇദ്ദേഹം ഒരു സഹായവും ഒരു മനുഷ്യനും ചെയ്തിട്ടില്ല. പിന്നെ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ ആരെങ്കിലും അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പം അങ്ങേര് ചോദിക്കും, ഈ പുള്ളിയുടെ അടുത്തുള്ള ആളോട് ചോദിക്കും, ഈ വരുന്ന പുള്ളിയുടെ പേരെന്നാ? പേര് സിബി എന്നാന്ന് വെച്ചു. ഉടനെ കയറി സിബിയെ മാനേ ഇരിക്കുക, തോളെ 2 തട്ടുമൊക്കെ തട്ടി അവസാനം ഭാര്യയോട് പറയും, വെള്ളം എടുത്തോ, സിബിക്ക് ഒരു വെള്ളം കൊടുക്കാൻ. അപ്പം സിബി എന്നാ ഉണ്ട് വിശേഷങ്ങൾ, എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ, ചാച്ചനൊക്കെ എന്നാ എടുക്കുന്നു? അവസാനം ചാച്ചൻ 10 വർഷം മുമ്പ് മരിച്ചു പോയത് അതുപോലും ഇയാൾ അറിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ആളുകളെ സമർത്ഥമായി കളിപ്പിക്കാൻ പറ്റുന്നവർക്കേ കേരളത്തിൽ രാഷ്ട്രീയ ഭാവിയുള്ളൂ എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി. നേരും നെറിക്കും സത്യത്തിനും വേണ്ടി നിൽക്കുന്ന ഒരുത്തൻ പൊതുജനത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ പൊതുജനം വോട്ട് ചെയ്യല. പൊതുജനം വോട്ട് ചെയ്യണമെങ്കിൽ അവരെ തന്ത്രപരമായി പറഞ്ഞ് കളിപ്പിക്കുന്ന ആളുകൾ വേണം. തന്നെയുമല്ല, ജനത്തിനൊരു പ്രശ്നം കൂടെയുണ്ട്. ഈ കേരള ജനം പൊതുവെ വികാരജീവികളാണ്. വികാരജീവികളായതുകൊണ്ടൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാ പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായാൽ നാളെ ഇത് നമ്മുടെ മേത്തോട്ട് വന്നു കയറുമെന്നാണ് ഈ മലയാളികൾ നല്ലൊരു ശതമാനം ചിന്തിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരു വിവരദോഷിക്ക് ഒരു അബദ്ധം പറ്റി വായിന്ന് ഏതെങ്കിലും മതനേതാക്കന്മാരെ എന്നതിലും പറഞ്ഞെന്ന് വെച്ചു, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജനം ചിന്തിക്കും, അമ്പടാ ഇന്ന് നേതാക്കന്മാരെ പറഞ്ഞു നാളെ നമ്മളെ ചിന്തിക്കും, എന്നാൽ വോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തുവേണ്ടി ഈ പഞ്ചായത്ത് ഇലക്ഷനും പല പഞ്ചായത്തുകളും സ്വാഹ വർത്തമാനം പറയുന്നതാണ്. വായിൽ നിന്ന് പിടിവിട്ട് പോയാൽ പോലും ഈ ജനം ഇങ്ങനെയാണ്. ഈ കേരള ജനത്തിന് ഒരു തനി മലയാളം പറഞ്ഞ ഒരു തെണ്ടിക്കുമ്പാസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു ചാട. നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ സാമ്പത്തികം ഉള്ളവൻ പോലും വലിയ പ്രകടമല്ല. പക്ഷെ മലയാളിയെ സംബന്ധിച്ച് മലയാളി എപ്പോഴും കുളിച്ചില്ലെങ്കിലും കോണകം പുറപ്പുറത്ത് കിടക്കട്ടെ എന്നുള്ള ഒരു പൾസുള്ള ആളാണ്. അതുകൊണ്ട് എന്തു വേണ്ടി ലോകത്തുള്ള മുഴുവൻ ബാങ്കും, പ്രത്യേകിച്ച് വടക്കേനുള്ള മുഴുവൻ ബാങ്കും കേരളത്തിലുണ്ട്. ലോൺ എടുത്ത് എന്ത് പരിപാടിയും കാണിക്കും. കാരണം നാട്ടുകാർ കാണണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു കുമ്പാസം എന്ന് പറഞ്ഞത്. ഈ കുമ്പാസം ഉള്ളവരായതുകൊണ്ട് ഇവർ വികാരത്തിലാണ് ജീവിക്കുന്നത്. ചെറിയൊരു ചലനം പോലും ഇവർക്ക് ഉൾക്കൊള്ളാൻ മേല. പട്ടിണി കിടന്ന് ചത്താലും ഉണ്ടല്ലോ, ഇവർ ഈ കുമ്പാസ് വിടുകയില്ലെന്ന് മാത്രമല്ല, ഇവർ വികാരത്തിനനുസരിച്ച് വോട്ട് ചെയ്യുകയും ചെയ്യും. ഈ പ്രാവശ്യം നമ്മൾ ഒന്നും ചെയ്യാത്ത LDFനും ചുമ്മാ ഇരുന്നത് നോക്കി നിന്ന UDFനും കൂട്ടത്തോടെ അങ്ങ് വോട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു, എന്തുകൊണ്ടാണ് UDFന് വോട്ട് ചെയ്തത്? അവർ പറഞ്ഞു, UDFന് വോട്ട് ചെയ്തത് എന്താണെന്ന് അറിയത്തില്ല അവർക്ക്. എന്നാത്തിനാ ചെയ്തു പോയി. ഞാൻ മനസ്സിലാക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ LDFനോടുള്ള ഒടുങ്ങാത്ത പക. ഒരു മൂന്നാം മുന്നണി കേരളത്തിൽ രാഷ്ട്രീയപരമായി എന്തെങ്കിലും ബോധമുള്ള എല്ലാവരോടും ചോദിക്കും, അവർ പറയുന്ന ഒരു മൂന്നാം മുന്നണി ആവശ്യമാണ്. പക്ഷേ ഇല്ല, BJPക്ക് അതിനൊത്ത് ഉയരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എനിക്ക് മനസ്സിലാകുന്നത് ഈ RSSൻ്റെ ബുദ്ധി രാക്ഷസന്മാർ അവരുടെ ചില കാര്യങ്ങളിൽ പാളിച്ച പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ധരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ തൽക്കാലം LDFനെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ, എന്തെങ്കിലും വിധത്തിലൊക്കെയുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ UDF അങ്ങ് തകർന്നു പോയിക്കോളും. അതായിരുന്നു അവരുടെ ടാർഗറ്റ്. RSSൻ്റെ ബുദ്ധിരാക്ഷസന്മാരുടെ ടാർഗറ്റ് അതായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലും വലിയ അതിബുദ്ധിരാക്ഷസന്മാരാണ് ഇവിടെ ഇന്ത്യ മുന്നണിക്കകത്തുള്ളത്. അവരെന്നാ കാണിച്ചു? കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഇപ്പം നമ്മൾ സാധാരണഗതി വ്യക്തികളോട് ചോദിക്കുമ്പം
വ്യക്തികൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് കേരളത്തിലെ പല വിഷയങ്ങൾക്കും തെളിവുണ്ടായിട്ടും കേന്ദ്ര ഗവൺമെൻറ് നടപടിയെടുക്കുന്നില്ല? ബി ജെ പി നേതാക്കന്മാരോടൊക്കെ പലരും ഈ പ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇന്ന വിഷയങ്ങളിൽ നടപടിയെടുക്കുന്നില്ല? എന്തുകൊണ്ട് ശബരിമല വിഷയത്തിൽ നടപടിയെടുക്കുന്നില്ല? എന്തുകൊണ്ട് കരിമണൽ വിഷയത്തിൽ നടപടിയെടുക്കുന്നില്ല? എന്തുകൊണ്ട് സുപ്രീം കോടതിയിലിരിക്കുന്ന പല കേസുകളും വീണ്ടും 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 അവധി വെച്ചു പോകുന്നു? ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരതിൻ്റെ കൂട്ടത്തിൽ ചോദിച്ചു, കേന്ദ്ര ഗവൺമെൻറ്റും എൽ ഡി എഫുമായി ഒരു സീറ്റിംഗ് ഇല്ലേ? ഇവിടുത്തെ ഓരോ മലയാളിയും ചിന്തിക്കുന്നു അങ്ങനെ ഒരു സീറ്റിംഗ് ഉണ്ടെന്ന്. ഒരുവിധം അറിയാവുന്നവരെല്ലാം ചിന്തിക്കുന്നു. പക്ഷേ ഈ സീറ്റിംഗ് നിലനിർത്തിക്കൊണ്ട് തന്നെ യു ഡി എഫിനെ തകർത്ത് കളയാം എന്ന് ആർ എസ് എസിൻ്റെ നേതൃത്വം ചിന്തിച്ചെങ്കിൽ ഇവിടെയുള്ളവന്മാർ അതിലും വലിയ പുള്ളികളാണ്. ഇവന്മാരെന്നാ കാണിച്ചു, ഒരു വശത്ത് അപ്പുറത്ത് അവിടെ കണക്ഷൻ ഉള്ളപ്പോൾ തന്നെ മറുവശത്ത് ഇവിടെയും സെറ്റപ്പ് ഉണ്ടാക്കി. ഇവരിവിടെ തമ്മിൽ ധാരണയായി മാറി. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ആർ എസ് എസിൻ്റെ ബുദ്ധി കേന്ദ്രത്തിന് വലിയ തെറ്റുപറ്റി, അല്ലെ ബി ജെ പിയുടെ നേതൃത്വത്തിന് വലിയ തെറ്റുപറ്റി എന്നൊരു സാഹചര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണ്ടി ഈ പ്രാവശ്യം പറ്റി തന്നെയെന്ന് ചോദിച്ചാൽ, പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ബി ജെ പി ജയിക്കുമെന്ന് തോന്നിയിടത്തൊക്കെ ഇവർ എൽ ഡി എഫും യു ഡി എഫും പരസ്പര സഹായ സഹകരണമായിട്ട് നിന്നു. ബി ജെ പി ജയിക്കുമെന്ന് വിചാരിച്ചിടത്തൊക്കെ നിന്നവർ. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവെന്താ? ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ ഏത് വിശാശുമായിട്ടും ഞങ്ങൾ കൂട്ടുകൂടാൻ തയ്യാറാകുന്നു. എങ്ങനെയുണ്ട് കളി? ഇപ്പോൾ ബി ജെ പിക്ക് അധികാരം കിട്ടിയെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും ഇന്ത്യ മുന്നണി ആക്ടിവേഷൻ ആയാൽ, ആക്ടിവേഷനാണ് അത്, അന്തർധാര സജീവമാണെന്നേ ഉള്ളൂ, അല്ലാതെ അത് പുറത്തോട്ട് പ്രകടമായിട്ടില്ല. അത് പുറത്തോട്ട് പ്രകടമാകുന്ന രീതിയിലേക്ക് എഴുന്നേറ്റ് വന്നാൽ, അതായത് ബി ജെ പി വരാതിരിക്കാൻ ഏത് വിശാശുമായിട്ടും കൂട്ടുകൂടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് പ്രായോഗികമായിട്ടങ്ങ് നടപ്പാക്കിയാൽ കേരളത്തിൽ അധികാരം പിടിച്ച മിക്ക പഞ്ചായത്തുകളും കയ്യിൽ പോകും. കാരണം എന്നാന്ന് ചോദിച്ചാൽ, അത്രയും ശക്തമായിട്ട് മറ്റവർ ആയാൽ അത് നടപ്പാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്തൊരു കാര്യം കൂടിയുണ്ട്. ഈ ആർ എസ് എസിൻ്റെ ബുദ്ധി കേന്ദ്രത്തിൻ്റെ നീക്കങ്ങൾ പാളി എന്നുള്ള യാഥാർത്ഥ്യം ഉള്ളപ്പോൾ തന്നെ കേരളത്തിലെ ഓരോ നേതാക്കന്മാരുടെയും എല്ലാവിധ ഡീറ്റെയിൽസും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഒരു ബോംബുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. ബോംബ് എന്താണെന്ന് ഇതുവരെ മനുഷ്യർക്ക് മനസ്സിലായില്ലേലും ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസികൾക്ക് ആ ബോംബ് എന്താണെന്ന് അറിയാം. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിന് കേരളത്തിലുള്ള ഓരോ പുള്ളികളുടെ കളികളും എന്താണെന്നറിയാം. ഇതിനകത്ത് എനിക്കൊരു കാര്യം കൂടെ പ്രത്യേകമായി അറിയാവുന്നൊരു കാര്യമുണ്ട്. വി ഡി സതീശനെ സംബന്ധിച്ച്, കേരളത്തിലെ യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ സംബന്ധിച്ച്, യു ഡി എഫിന് അധികാരം കിട്ടിയാലും അധികാരം പോയാലും യു ഡി എഫ് ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചില്ലെങ്കിലും അയാൾക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ലെന്ന് മാത്രമല്ല, ലാഭങ്ങൾ മാത്രമേ ഉള്ളൂ. തുടർന്നുകൊണ്ടിരിക്കുന്ന ലാഭങ്ങൾ മാത്രമേ അങ്ങേർക്കുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഗതികെട്ട പല ബി ജെ പിക്കാരും മറ്റാളില്ലാത്തതുകൊണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കന്മാർ മനസ്സിലാക്കിയാൽ കൊള്ളാം. അല്ലെങ്കിൽ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഈ കബളിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ജനം 80% ഈ ഇന്ത്യ മുന്നണി അങ്ങോട്ട് ആക്ടിവേഷൻ ആയാൽ ആ കൂട്ടത്തിൽ പോകും. അങ്ങനെ വന്നാൽ അടുത്ത ഒരു 5, 10, 15 വർഷം കൂടിയൊക്കെ ഇന്ത്യ മുന്നണി തന്നെ കേരളം ഭരിക്കും. എൽ ഡി എഫ് ഒന്നും യു ഡി എഫ് എന്നുള്ളത് വിട്ടിട്ട് ഇന്ത്യ മുന്നണി എന്നുള്ളത് തന്നെ ഭരിക്കും. ബി ജെ പി 3-4 സീറ്റുമായിട്ട് പ്രതിപക്ഷത്തും പോയിരിക്കും. ഒരു 15 വർഷം കൊണ്ട് കേരളം ഇല്ലെന്നും ആക്കിക്കളയും. അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.